സർ, ഈ ധനവിനിയോഗ ബില്ലിനെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. ജനപക്ഷ നടപടികൾ പ്രാവർത്തികമാക്കുന്നതിനുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രായോഗിക നടപടികളുടെ ധനവിനിയോഗത്തെക്കുറിച്ച് ആണ് ഈ ബില്ലിൽ പറയുന്നത്. അതിനാലാണ് ഞാൻ ഈ ബില്ലിനെ പിന്തുണയ്ക്കുന്നത്. സർ, ആഗോള മൂലധനത്തിൻ്റെ കടന്നുകയറ്റവും കോർപ്പറേറ്റുകളുടെ അഴിഞ്ഞാട്ടവും യഥേഷ്ടം നടക്കുന്ന ഈ കാലയളവിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക രംഗത്തും അതിൻ്റെ എല്ലാം പ്രതിഫലങ്ങളുണ്ടാവുക സ്വാഭാവികമാണ്. ഉൽപാദന വ്യവസ്ഥയും പരമ്പരാഗത വ്യവസായങ്ങളും ശാസ്ത്രീയമായി പുനഃസ്ഥാപിക്കണം എന്നതാണ് ഇടതുപക്ഷ നിലപാട്. ആ നിലപാടിൻ്റെ പ്രയോഗവൽക്കരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ ധനവിനിയോഗ ബില്ല്. നാം ഇപ്പോൾ നവകേരളം കെട്ടിപ്പടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. പ്രളയത്തിൽ തകർന്ന വീടുകൾ പുനർനിർമ്മിക്കുക എന്ന അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല നവകേരള നിർമ്മാണത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശ്വസിക്കുന്നു. അങ്ങേക്ക് വേണമെങ്കിൽ ഇരുന്ന് സംസാരിക്കാം. ഉൽപാദന വ്യവസ്ഥയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി ആയിരിക്കണം പശ്ചാത്തല സൗകര്യ വികസനം എന്നതാണ് ഇടതുപക്ഷ കാഴ്ചപ്പാട്. അടിസ്ഥാന വികസന എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലമായ വ്യവസായമല്ല. ഉൽപാദകരെയും ഉൽപാദക വർഗങ്ങളെയും അവഗണിച്ചുകൊണ്ടുള്ള വികസനം സുസ്ഥിരമാവില്ല എന്ന് ഞങ്ങൾക്കറിയാം. സർ, കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിൻ്റെ കോർപ്പറേറ്റ് പ്രീണന നയങ്ങളും കുത്തഴിഞ്ഞ സാമ്പത്തിക മാനേജ്മെന്റുകളുമെല്ലാം ചേർന്ന് ഇന്ത്യൻ സാമ്പത്തിക രംഗം തകർന്നടിഞ്ഞിരിക്കുകയാണ്. അപ്പോഴും ഈ കൊച്ചു കേരളം അതിൻ്റെ സാമ്പത്തിക മേഖല തകരാതെ നിലനിർത്തുന്നുണ്ട്. അഴിമതിയുടെ തോത് കുറച്ചുകൊണ്ടുവരാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അഴിമതി പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇനിയും ഏറെ പ്രയത്നിക്കേണ്ടതുണ്ട്. ക്രമസമാധാന പാലനത്തിൻ്റെ കാര്യത്തിലും കേരളമേറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പോലീസ് സേനയെക്കുറിച്ച് ഈയിടെ ഉയർന്നു വന്നിട്ടുള്ള ചില ആക്ഷേപങ്ങൾ ഗൗരവത്തിലെടുക്കുകയും അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുവാനുള്ള കർശന നടപടികളിലേക്ക് കടക്കുകയും വേണം. ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഒരു വകുപ്പിനെ ഈ സഭ വിലയിരുത്തേണ്ടത്. പോലീസിന് ജുഡീഷ്യൽ അധികാരം കൂടി ലഭിക്കുകയാണെങ്കിൽ എന്തെല്ലാം ദുരിതങ്ങളാണ് ഉണ്ടാവാം എന്ന സൂചനയിലേക്ക് കണ്ണു തുറക്കാൻ ഈ സംഭവങ്ങൾ നിമിത്തമാകുകയുണ്ടായി. ഇത് പറയുമ്പോൾ ഒരു കാര്യം അർത്ഥശങ്കയ്ക്ക് ഇട നൽകാതെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പോലീസിന് ജുഡീഷ്യൽ അധികാരം നൽകാനുള്ള തീരുമാനമെടുത്തത് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു. ആ തീരുമാനം നടപ്പിലാക്കാൻ ഇടതുപക്ഷ സർക്കാർ തീരുമാനിച്ചിട്ടില്ല. സർ, നമ്മുടെ ആശുപത്രികൾ എത്രയോ മെച്ചപ്പെട്ടിരിക്കുന്നു.
അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലായാലും ആതുര സേവനങ്ങളുടെ എണ്ണത്തിലായാലും കാര്യക്ഷമതയുടെയും കാര്യത്തിലായാലും പകർച്ചവ്യാധികളെ നേരിടുന്നതിൽ കാണിച്ച ജാഗ്രതയുടെ കാര്യത്തിലായാലും കേരളം നമ്പർ 1 തന്നെ. സർ, തൊഴിലാളി കർഷകാദി ജനവിഭാഗങ്ങളുടെ മുന്നേറ്റവും അതിലൂടെയുള്ള സാമ്പത്തിക ഭദ്രതയുമാണ് നമുക്ക് ആശ്രയിക്കാവുന്നത്. അല്ലാതെ പ്രളയത്തിൽ മുങ്ങിയ ഘട്ടത്തിൽ പോലും കേരളത്തിലേക്കുള്ള സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം അടച്ചുകളഞ്ഞ കേന്ദ്ര സർക്കാരിനെ നമുക്ക് വലിയ തോതിൽ ആശ്രയിക്കാനാവില്ല. വിദേശ മൂലധനത്തെയും കോർപ്പറേറ്റുകളെയും നമുക്ക് ആശ്രയിക്കാനാവില്ല. കോൺഗ്രസിന്റെ ഉദാരവൽക്കരണ നയങ്ങൾക്കും നരേന്ദ്രമോദി കോർപ്പറേറ്റ് വാഴ്ചയ്ക്കും ബദലുണ്ട് എന്ന് പ്രഖ്യാപിച്ചത് ഇന്ത്യയിലെ ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പൂർത്തീകരിക്കാൻ ലക്ഷ്യമിടുന്ന ധനവിനിയോഗത്തെ പിന്തുണയ്ക്കേണ്ടത് ഓരോ കേരളീയന്റെയും കടമയാണെന്ന് ഞാൻ കരുതുന്നു. സർ, ഭരണ നേട്ടങ്ങളുടെ അവകാശികളായിരിക്കെ തന്നെ പിഴവുകളുടെയും കോട്ടങ്ങളുടെയും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഭരണകൂടങ്ങൾക്ക് ഒഴിഞ്ഞുമാറാനാവില്ല. ചില കാര്യങ്ങളിൽ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. പിഴവുകൾക്ക് ഉത്തരവാദിത്വങ്ങളായ ജീവനക്കാരെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താൻ ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികൾക്കും തങ്ങളുടെ വീഴ്ചകളിൽ നിന്നും വിട്ടുനിൽക്കാൻ ആവില്ല.